ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ ഈ തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിറയെ മസാലയൊക്കെ പിടിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അയല ഫ്രൈ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് ഒരു 5-6 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി വേണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, പെരുംജീരകം, പിന്നെ കുറച്ച് കുരുമുളക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 4 അയലയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള എരിവിനാവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഈ അരപ്പ് നമുക്ക് ഈ അയലയിൽ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ മീൻ വറക്കുന്ന പോലെ തന്നെ അയല ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മസാല മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി കുറച്ച് മസാലയും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലെ ഈ അയലയൊക്കെ സൈഡിലേക്ക് ആക്കിയിട്ട് ആ എണ്ണയിൽ തന്നെ ഈ മസാല നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ മസാല ഈ മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഇത് നമ്മൾ മുന്നേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇതുപോലെ നമ്മൾ മീൻ വറുത്തതിന് ശേഷം ഈ മസാല ഇതിലേക്ക് പുരട്ടി കൊടുക്കുന്നത്. ഈ മീൻ ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.